ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് വന്നിക്കാണ്. ഇവാനും അതാ ഇറങ്ങി ഒരു ചെരുപ്പ് കൊണ്ട് എൻ്റെ കയ്യിൽ ഒരു ചെരുപ്പ് ഇട്ടിട്ട് പോവുക. ചേച്ചി പേര് ഞങ്ങളെ കൊണ്ടുപോകാൻ. ഞങ്ങൾ ഓഫീസ് പോട്ടെ. പിന്നെ അവിടെ പോയിട്ട് ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട്. ഓണത്തിൻ്റെ ചെറിയ ഷോപ്പിങ്ങും ഓഫീസിലെ സ്റ്റാഫുകൾക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അത് ഓൽക്ക് കൊടുക്കണം. നമ്മളെ ഓണക്കോടി അവർക്ക് കൊടുക്കണം എന്ന് എഴുതിയിരിക്കുന്നു. അതിന് തച്ചമ്പാറ പോണം. ചേച്ചി ഇപ്പൊ രാവിലെ ഒന്ന് തച്ചമ്പാറ പോയി. അവിടെ ഒന്ന് അളക്കാണ്ടായിരുന്നു. ഇന്നലെ പോണ്ടേയിരുന്നു, ഇന്നലെ ടൈം കിട്ടിയില്ല. വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു, അതിന് പോയി. അപ്പോൾ ചേച്ചി പേരെ കാണിച്ചു തരാം. പോകാൻ ഭയങ്കര ത്രില്ലില്ല. ഫ്രണ്ടിലൊക്കെ ഗൈസ്, ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ നേരത്തെ ഒന്ന് ഇൻട്രോ എടുത്തു. അതെ, പിന്നെ ഞങ്ങൾ വന്നു. ഇവാനും അതാ പശുക്കുട്ടീനെ കാണാൻ വേണ്ടി പോയി. പശുവിനെ കാണാൻ പോയി. മാളുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നില്ലേ, നമ്മളൊന്ന് തച്ചമ്പാറക്ക് നമ്മളെ ഓൽക്ക് ഡ്രസ്സ് എടുക്കാൻ പോണം. ഇന്ന് നമ്മുടെ സ്റ്റാഫിന് അന്ന് നമ്മള് ഓണത്തിന് ഡ്രസ്സ് എടുത്തല്ലോ, കൊണ്ടേ കൊടുക്കാൻ ഒഴിവ് കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും ഇവളൊന്ന് കടന്നു, ഇവളുടെ കുട്ടിയൊന്ന് കടന്നു. അപ്പൊ അതിന് ഒഴിവ് കിട്ടിയിട്ടില്ല. ഇന്ന് പറ്റിച്ചൊന്ന് കൊണ്ടേ കൊടുക്കണം. പിന്നെ നമ്മുടെ ഒരു ഓണാഘോഷം ചെറിയ രീതിയിലൊന്ന് സെറ്റ് ആക്കണം. അപ്പൊ അതിന്റെ പ്ലാനിങ് ചെയ്യണം, എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. രാവിലെ തച്ചമ്പാറ പോയി ഒന്ന് അളക്കാണ്ടായിരുന്നു. അളന്നു. അവിടെ ഒരു പൊസിഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്ടായിരുന്നു, അത് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ വർക്കിലേക്ക് പോകും. അതെ, സെറ്റ്. എല്ലാരും ഉണ്ട് ഗൈസ്. ഞങ്ങള് വീഡിയോ എടുക്കുമ്പോഴേ കുട്ടികള് അവർക്ക് ചലഞ്ച് തരാൻ പറയുന്നുണ്ട്. നാളെ വലിയ അടുത്തേക്ക് സമ്മാനം സർപ്രൈസാ. ഭയങ്കര ഡൗട്ട് നിങ്ങളുടെ ഒരാള് ലിച്ചി മേടിച്ചു തന്നു. വലിയ കോഴല് മേടിച്ചായിരുന്നു. ഇത് ഇതിന്റെ ഉള്ളിൽ പോയി. ചേച്ചി ഒക്കെ ഉള്ളിൽ കണ്ട് കുത്തിട്ടിരിക്കിട്ട് എനിക്ക് ക്വാളിറ്റി മറ്റേ ഫ്രൂട്ടി മേടിച്ചു. അതിന് കോഴല് കിട്ടിയില്ല. എന്നിട്ട് ലിച്ചിന്റെ കോല് വാങ്ങിയിട്ട് പോന്നു. എനിക്ക് എടുത്ത് നോക്ക്. അമ്മക്കും മകൾക്കും ഇച്ചോക്കടി. ആദ്യം ഒരു സംഭാരം ഗൈസ്, ഇത് കേൾക്കണം. അല്ല അല്ല, ആദ്യം ഒരു സംഭാരം മേടിച്ചോണ്ട് വന്നു. ഇല്ല, നിങ്ങൾക്ക് വാങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് വാങ്ങിയില്ല. ഞങ്ങൾ പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ചേച്ചിന്റെ ഓർമ്മ. അവിടെ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ചെയ്ത് ഏത് മുട്ടായി എടുക്കുന്നത്. കിട്ടി ഗൈസ്, കിട്ടി. ഇത് ഇതിന്റെ ഉള്ളിനകത്ത് പോയി. സ്വാഭാവികം. അപ്പൊ ഞങ്ങൾ അങ്ങനെ സെറ്റാക്കി സാധനം കിട്ടി. ഞങ്ങൾ ഓഫീസിലെത്തി. അത്രേ ഉള്ളൂ. ഇവാനും അതാ തൊട്ടിയിൽ ഉറങ്ങാണ്. ഞങ്ങൾ താഴത്തെ ഓഫീസിലാ. ഇന്ന് വെള്ളിയാഴ്ച ആവുകൊണ്ടേ കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ മേലൊന്നും ആരും ഉണ്ടാവൂല, പഞ്ചായത്തിലും ഉണ്ടാവില്ല. അതിന്റെ കുറച്ച് അപ്പൊ ഇവിടുത്തെ കുറച്ച് പരിപാടികൾ തീർക്കുക അല്ലേ. ഞാന് ഒരു സംബന്ധമില്ലാത്ത വർത്തമാനം പറയുന്നുണ്ട്. ഈ കോലി ഇങ്ങനെ ഇല്ലാത്ര ശരിക്കണ്ടേ, ഇങ്ങനെ എത്ര ഞാനൊരു വീഡിയോയില് കണ്ടു യൂട്യൂബില്. ഇവളിന്റെ മിന്നിനെ സംഭവം സത്യം പറഞ്ഞ ചേച്ചിന്റെ ഓർമ്മ. ചേച്ചി അത് തന്നെയല്ലേ. അതെ. അപ്പൊ ഗൈസ് ഓക്കെ എന്നാ. വന്നോട്ട് ചേച്ചി ഭയങ്കര സപ്ലയറായി. അങ്ങനെ ഗൈസ് ഞങ്ങളെ സൈറ്റിലെത്തി. ഫുഡ് കഴിക്കാൻ പോയടത്തുനിന്ന് അവിടെ നിറച്ച ആൾക്കാരെ. അപ്പൊ ഞങ്ങള് ചേച്ചി അവിടെ വളമ്പി കൊടുക്കാൻ നിന്നു. ഞങ്ങളിങ്ങനെ വെറുതെ വണ്ടിമ്മ പോകുന്നതാ. ഞങ്ങളിവിടെ മത്തി അടിക്കാൻ മാതിരി അടുക്കിട്ടിക്കാണ്. ഇവിടെ നല്ല കടിയാ. അവ കൊടുത്തിട്ട് ഒരൊറ്റ കടിയുണ്ട് അടിച്ചു. എന്തിനാണ് നമ്മള് വന്നിട്ടുള്ളത്? പിന്നെ ലൊക്കേഷൻ സ്കെച്ചിന് വില്ലേജ് ഓഫീസിന് ആളെ കൊണ്ടുവന്ന.
അപ്പോ ഫുഡ് കഴിച്ചില് കഴിഞ്ഞു, എല്ലാതും കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇനി എന്താ എൻ്റെ അച്ഛനുണ്ട് ചില്ലറ പരിപാടി. ഗൈസ്, നമ്മളെ ഫോളോവേഴ്സിനുള്ള എടുക്കാൻ വന്നെടുക്കാൻ. നമ്മുടെ ഷോപ്പിനെ കുറിച്ച് 2 വാക്ക് ഫീഡ്ബാക്ക് പറയാനായി ടീച്ചറെ ക്ഷണിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫിന്റെ പെരുമാറ്റമാണ്. അത്രയും നല്ല പെരുമാറ്റം. നമ്മൾ നെക്സ്റ്റ് ഷോപ്പിൽ ഞാൻ 100 കൊടുക്കാൻ നമ്മുടെ മാസം. ഹായ് മണ്ണാർക്കാടൊക്കെ നല്ല ബ്ലോക്കാണ് ഗൈസ്. ബ്ലോക്ക് ഈ കുട്ടികളെ ഓണ പരിപാടിയായിട്ടേ ഓണത്തിരക്ക് സ്കൂള് ലാസ്റ്റ് റിസൾട്ട് അതിന്റെ പരിപാടി നമ്മക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂല. ഇപ്പൊ നമ്മള് പിന്നെ നമ്മളെ ഗിവ് അവേ വിന്നേഴ്സിന് ഡ്രസ് എടുത്തിക്കണം. ഡ്രസ് എടുത്തു. ന്യൂയോർക്ക് ഹലോ ഗൈസ്, ഭയങ്കര സന്തോഷം. എമ്മാതിരി സന്തോഷം. 2 പാന്റ് ഇട്ടീന്ന് ഫസ്റ്റത്തെ പറ്റൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അതിനെക്കാട്ടിലും പറ്റി ഇപ്പത്തത്. അപ്പൊ ഞങ്ങള് സാധനങ്ങളൊക്കെ വലിയ ഭാഗം കേട്ടോ, അതൊന്ന് പറഞ്ഞോ. അതും വലിയ ഭാഗമുണ്ട്. നമ്മള് സ്വന്തം അച്ഛന്റെ കടയാണ്. അതെ, നമ്മള് വേണമെങ്കിൽ വന്നോളിട്ടോ, അത് പ്രൊമോഷൻ ഒന്നല്ല. ഓലെ അറിഞ്ഞിട്ട് ഓല് ചേച്ചിനെ കാണുന്നില്ലേ? അപ്പോ എന്താ പറയാ ഞങ്ങള് മറ്റേ ഗീവയുടെ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാ. അപ്പൊ എന്തായാലും ആയി. കണ്ണൻ അന്ന് നമ്മള് ഡ്രസ് എടുക്കുമ്പോ കൂട്ടത്തിലെടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിലെടുത്ത് തന്നില്ല. എടുത്തു തന്നില്ല. അവൻ ഞങ്ങളോട് തെറ്റിയിട്ട് താഴെ പോയിരുന്നു. അപ്പൊ പോയേണ്ടിയിരുന്നു. അപ്പൊ ഞങ്ങള് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് അത് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. ആ ഇറങ്ങിയതിന്റെ കൂട്ടത്തിൽ എന്തായി, ഞങ്ങൾ അന്ന് പാന്റ് മാത്രമേ എടുത്തായിരുന്നുള്ളൂ. അപ്പൊ അതിക്കുള്ള ടോപ്പ് കിട്ടി, എക്സ്ട്രാ ഒരു പാന്റ് കിട്ടി, അവനൊരു ഷർട്ട് കിട്ടി. അപ്പൊ കണ്ണേട്ടപ്പ എന്താ ആലോചിച്ചത്, അന്ന് തന്നെ ഒരു കുപ്പായി പാന്റ് എടുത്താൽ മതി നോക്കുന്നു. അപ്പൊ എന്തായാലും റാത്തായി. ഞങ്ങളിതാ വീട്ടിലോട്ട് പോവുകയാണ്, അല്ല ഓഫീസിലോട്ട് പോവുക. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നേക്കാണ്. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും ഞങ്ങള് ഷോപ്പിംഗ് കഴിഞ്ഞു. ഈ പറയുന്ന ഗിവയുടെ ഗിഫ്റ്റുകൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ ആ പരിപാടികളൊക്കെ ഒരുക്കി. സെലിബ്രേഷനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് അപ്പ ചെയ്യേണ്ട കാര്യങ്ങളാണ്, തലേ ദിവസം ചെയ്താൽ മതി. അപ്പോ നമുക്ക് നാളെ ഗിവയുടെ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇന്നത്തെ വീട് കഴിഞ്ഞു, പിരിയാറായി, നേരെ 5:30 കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റ് ചായ കുടിയിലെത്തി. ഇത്ര നേരം കണ്ണേട്ടൻ പറയട്ടെ, ഇന്ന് മാത്രം അതങ്ങനെ